എന്റെ സിദ്ധു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായോ? ഇങ്ങോട്ട് കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞ കേട്ടാ മതി. നീ എന്തിനാ അച്ഛനമ്മേനൊക്കെ വിളിച്ച് ചോദിക്കാൻ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടൊന്ന് വിശ്വാസാവുന്നില്ലേ? ആ ആയിക്കോട്ടെ, ശരി, ഞാൻ കുഴിപ്പടത്ത് എത്തിയിട്ട് വിളിക്കാം. ആ എന്ത് കിടിക്കണേ? അളിയനെ വിളിച്ച് തലേണ മന്ത്രം ഓതി കൊടുത്താണ് അല്ലേ? തലേണ മന്ത്രോ? ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറയണൊന്നുമില്ല. ആവശ്യമില്ലാത്തത്? ഈ പറഞ്ഞതിനകത്ത് എന്തോടും ആവശ്യമുള്ളത്? ഈ തല്ലിന്റെ ആവശ്യം എന്താണ്? എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഇത് മൊത്തം ആവശ്യമില്ലാത്തല്ലേ? പിന്നെ എന്റെ അമ്മായിയമ്മ നമ്മളെ കുറ്റം പറഞ്ഞത് ഞാൻ മൊത്തം കേട്ടോണ്ടിരിക്കണോ? ആര് കുറ്റം പറഞ്ഞ്? എന്റെ പൊന്നിലെ ചേച്ചി, അമ്മ പറഞ്ഞു തരുന്ന വെച്ചാല് നമ്മുടെ വീടാണല്ലോ അവിടെ പണിയുന്നത്. അപ്പൊ അവരിവിടെ കയറി നിന്ന് കഴിഞ്ഞാല് പണിക്കാരാണ് പണിയുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണിയേണ്ട സാധനം നമ്മുടെ നോട്ടം എത്തിയില്ലെങ്കിൽ ഇങ്ങനെ പണിഞ്ഞു വെക്കും. മനസ്സിലായോ? അതൊന്നും അല്ല പ്രശ്നം. എടാ, സംതിങ് ഫിഷി വിത്ത് അമ്മുമ്മ. അമ്മുമ്മയുടെ പഴയ സ്വഭാവം ഒന്നും അല്ല ഇപ്പോ. സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണതേ, ഒരു വീടിന്റെ അകത്ത് ഒരുപാട് ആൾക്കാരെ കാണുന്നത് അമ്മുമ്മയ്ക്ക് അത്ര പിടിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. നീ ശ്രദ്ധിച്ചില്ല ആ ഒരു മാറ്റം? വല്ലാണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അത് മാത്രമല്ല, കുഴിപ്പള്ളത്തെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും അമ്മുമ്മയ്ക്ക് എവിടെയോ ചെറിയൊരു നീരസം കിടപ്പുണ്ട്. അതൊക്കെ പറയാനുണ്ടോ? ഇതൊന്നും കേട്ടോണ്ട് അമ്മൂമ്മ ഒരു കാരണം അടിച്ച് പോയി. ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നം, ചേച്ചി ഇങ്ങനെ ആലോചിച്ച് വലിയൊരു കൊട്ടാരം പണിഞ്ഞെങ്കിൽ വെക്കും. ആ പോടെ, മനുഷ്യയുടെ വേറെ പരിപാടിയുണ്ട്. കൊട്ടാരം പണിഞ്ഞ് വെക്കും. കൊട്ടാരം പണിഞ്ഞു വേണ്ട. അതെ, എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് ഒരു 5-10 മിനിറ്റായി. കാര്യം എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇതിന് മാത്രം എന്താ ഈ ആലോചിക്കണേ? കാര്യമുണ്ട്. എന്താ? സീതേ, ഞാനേ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മട്ടൻ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മട്ടൻ സൂപ്പ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ കർക്കിടകമാണ്, മട്ടൻ സൂപ്പ് ശരീരത്തിന് ബെസ്റ്റ് ആയിരിക്കുള്ളൂ. എൻ്റെ വായിരിക്കൊന്നും കേൾപ്പിക്കല്ലേ ഏട്ടാ. നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ഇത്ര ആലോചിക്കുന്ന കണ്ടപ്പോഴത്തേനും വീട് പണിയുടെ കാര്യം എന്താ പറയാനാന്നാ വിചാരിച്ചത്. സൂപ്പ് വീട് പണി അത് പണിക്കാർ നോക്കിക്കോളൂ സീതേ. കോൺട്രാക്ടർക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പൈസയും കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, മട്ടൻ സൂപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ സാധിക്കും ഏട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ? നിസ്സാര പണിയുള്ളൂ. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് അതിന്റെ അനുസാരികൾ, ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മട്ടൻ സൂപ്പായി. ദൈവമേ, നിങ്ങളൊക്കെ എന്തോ പറയാനാ എൻ്റെ ഏട്ടാ. ആ ചേട്ടാ, ആ അല്ല, ചേട്ടൻ ഈ പരിസരത്തിന് ഉണ്ടാവില്ലേ? ഞാൻ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ വിളിക്കാം, അന്നേരം വന്നാൽ മതി. ഓ ആയിക്കോട്ടെ, ശരി. ആരാ മോളെ? അത് ഇവിടെ സ്ഥിരം ഓട്ടോ വിളിക്കുന്ന ഓട്ടോ ചേട്ടനാ. നീ എവിടെ പോണിപ്പം? അയ്യോ, ഞാനല്ല പോകുന്നേ, നമ്മൾ ഒരുമിച്ചാ പോകുന്നേ. നമ്മളിവിടെ പോവാ? കുഴിപ്പള്ളത്ത്. കുഴിപ്പള്ളത്തോ? ആ കുഴിപ്പള്ളത്ത്. അവിടെ വീട് പണിയൊക്കെ നടക്കുവാണല്ലോ. ഒരു കാര്യം ചെയ്യ്, അച്ഛനും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. അല്ല മോളെ, നമ്മള് പോവാണെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരൂലേ, പിന്നെ എന്തിനാ ഡ്രസ്സ്? അല്ല, നമ്മള് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അവിടെ തന്നെ അങ്ങ് നിക്കാം. ഇവളെന്തൊക്കെയാ പറയുന്ന ഏട്ടാ? അവിടെ എവിടെ നിക്കാനാ? ഇച്ചിരി പൊടിയുടെ പ്രശ്നം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അവിടെ വേറെ 2 മുറി അടച്ചിട്ടിട്ടുണ്ടല്ലോ, നമുക്ക് അതിന്റെ അകത്ത് കയറാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് പുറത്തിറങ്ങിയാ പോരെ. എന്ത്? അത് ശരി, പക്ഷെ എന്നാലും നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം നമുക്ക് ഓർഡർ ചെയ്യാലോ അച്ഛാ. രാവിലെ പിന്നെ നമ്മൾ പൊതുവെ അങ്ങനെ അധികം ഒന്നും കഴിക്കില്ലല്ലോ. ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഊണ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇനിയിപ്പോ അവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസക്ക് വല്ല വാടക വീട്ടിലോ, അല്ലെങ്കിൽ അച്ഛന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ അവിടെ, രാമേന്ദ്രൻ. രാമേന്ദ്രൻ സാറിന്റെ വീട്ടിൽ നിൽക്കാലോ. സാറൊന്ന് പറഞ്ഞായിരുന്നല്ലോ. അല്ല, രാമേന്ദ്രൻ എന്നോട് അവിടെ നിൽക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞത് അവർക്ക് അത് ലാസ്റ്റ് ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അല്ല, അതിന് ബുദ്ധിമുട്ടെന്ന് പറയാൻ അവര് ഭാര്യയും ഭർത്താവല്ലേ ഉള്ളൂ. പിന്നെ ഉള്ളത് പറയാലോ, ഈ കുടുംബക്കാരുടെ ഒക്കെ വീട്ടിൽ നിൽക്കുന്നേക്കാൾ നല്ലത് സുഹൃത്തുക്കളുടെ വീട്ടിൽ നിൽക്കുന്നതാണ്. അല്ല, അത് ഒരു കണക്കിന് ശരിയാണ്. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ഇടിപിടിയോന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കേ. അല്ലമ്മ, പിന്നെ അച്ഛനും പറഞ്ഞല്ലോ വീട് പണിയും മൊത്തത്തിൽ അവിടെ ആകപ്പാട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവാണെന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല ലച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? എന്റെ അച്ഛൻ ലക്ഷങ്ങൾ മുടക്കിയുള്ള പണിയല്ല അവിടെ നടക്കണേ. അപ്പൊ നമ്മുടെ കണ്ണ് എപ്പോഴും അവിടെ വേണ്ടേ? അല്ല, പറഞ്ഞാലും കാര്യമുണ്ട്. ശരിയാണ്.
എന്നാ പിന്നെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം. என்ன லட்சோ இது இவ்வளவு சீக்கிரம் போகணும்னெல்லாம் சொன்னா மெதுவா சாப்பாடெல்லாம் சாப்பிட்டுட்டு மத்தியானத்துக்கு அப்புறம் போலாமே. അയ്യോ അത് പറ്റൂല. സാപ്പാടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാവും, പിന്നെ റെസ്റ്റ് എടുക്കും, പിന്നെ വൈകുന്നേരം ആവും ചായ കുടി, പിന്നെ രാത്രിയിലത്തെ ഭക്ഷണം ശരിയാവില്ല. പിന്നെ അങ്ങ് നീണ്ടു നീണ്ടു പോവും. നമുക്ക് ഇന്ന് തന്നെ പോവാം. അല്ല പെട്ടെന്ന് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ അമ്മൂമ്മ ചുമ്മാ ഇടപെട്ട് മുടക്കല്ലേ. ലക്ഷങ്ങൾ മുടക്കിയുള്ള പണിയാ. ഞാൻ പറഞ്ഞില്ലേ വീട് പണി മുടങ്ങും. അല്ല പറഞ്ഞാലും കാര്യമുണ്ട്. ഉണ്ട്. അല്ല സിദ്ധുവിനെ വിളിച്ചായിരുന്നു മോളെ? അയ്യോ സിദ്ധുവിനെ ഞാൻ ആദ്യമേ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പൊ സിദ്ധു പറഞ്ഞു അന്ന് ഇവിടെ നിക്കണ്ട, പെട്ടെന്ന് തന്നെ പൊക്കോളാൻ പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞ ആ. എന്നാ പിന്നെ പോവാ അല്ലേ? അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് വരാം.